ഒരു മാതാവിന്റെ ഏക മകൻ തന്റെ മാതാവിന്റെ വാർദ്ധക്യ സമയമായപ്പോൾ അദ്ദേഹത്തിന് നോക്കാൻ കഴിയുന്നില്ല എന്ന കാരണം കൊണ്ട് ഒരു വൃദ്ധസദനത്തിൽ ഏൽപ്പിച്ചിട്ട് താൻ തന്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി ദിനങ്ങൾ മുമ്പോട്ട് പോയി. എന്നാലും ഈ മാതാവ് ആ സ്ഥാപനത്തിൽ കഴിയവേ വാർദ്ധക്യ സഹജമായ രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ നേരിട്ടു. തന്റെ മരണദിനങ്ങൾ അടുത്തു എന്നുള്ള ആ ഒരു ലെവലിലേക്ക് തന്റെ ശാരീരിക സ്ഥിതികൾ മാറി. ഇത് മനസ്സിലാക്കിയ സ്ഥാപന അധികാരികൾ ഈ മകനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു: സഹോദര, നിങ്ങളുടെ മാതാവ് വളരെ ക്ഷീണിതയായി കഴിയുകയാണ്. എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് വന്ന് കാണാനും സംസാരിക്കാനും ഒരു സാവകാശമുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി തുനിയണം, സമയം കണ്ടെത്തണം. ഈ ഫോൺ കോൾ കേട്ട ഈ മകൻ അധികം താമസിയാതെ ഈ സ്ഥാപനത്തിലെത്തി തന്റെ മാതാവിനെ കണ്ടു. മാതാവുമായിട്ട് ചില സമയം ചെലവഴിച്ചു. അതിനുശേഷം ഈ മാതാവിനോട് ആ മകൻ ഇങ്ങനെ ചോദിച്ചു: അമ്മയ്ക്ക് എന്താണ് ആഗ്രഹമുള്ളത്? അമ്മ എന്താ ആഗ്രഹം? ഇപ്പൊ എന്താ അമ്മയ്ക്ക് ആഗ്രഹമുള്ളത്? അത് ഞാൻ നിറവേറ്റി തരാം. നമ്മളും അങ്ങനെയാണല്ലോ. ഈ മരണത്തോട് അടുക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകൾ എന്താ ആഗ്രഹം ഒന്ന് പറയും, ഞാൻ സാധിച്ചു തരാം. അതുവരെ ചെയ്തു കൊടുക്കാൻ കഴിയാത്തതിന് അപ്പോൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്ന ഒരു പ്രത്യേക മനോഭാവം ഈ മകൻ ചോദിച്ചു. ആ അമ്മ ഈ ചോദ്യം കേട്ട് ചില നിമിഷങ്ങൾ മൗനമായി നിന്നതിന് ശേഷം ആ മകനോട് ഇങ്ങനെയാ പറഞ്ഞത്: മോനെ, എനിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലടാ. 2 ആഗ്രഹമേ ഉള്ളൂ. ഒന്ന്, ഈ സ്ഥാപനത്തിൽ ഫാനുകളില്ല. അതില്ലാത്തത് കൊണ്ട് കഴിഞ്ഞ ചൂട് സമയത്ത് വളരെയധികം ഉഷ്ണം ഞാൻ സഹിക്കേണ്ടി വന്നു. അതുകൊണ്ട് നീ ഫാൻ ഈ സ്ഥാപനത്തിന് സ്പോൺസർ ചെയ്യണം, വാങ്ങിക്കൊടുക്കണം. രണ്ടാമത്തെ എൻ്റെ ഒരു ആഗ്രഹം, ഒരു ഫ്രിഡ്ജ് നീ വാങ്ങിക്കൊടുക്കണം. അതിന് കാരണമുണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഇല്ലാത്ത കാരണം കൊണ്ട് പല രാത്രികൾ ഞാൻ പട്ടിണിയിലായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ അല്പ ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകുന്നേരം എനിക്ക് വിശക്കുമ്പോൾ എടുത്ത് കഴിക്കാമായിരുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ച പല ദിനങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. അതിനും കഴിഞ്ഞില്ല, കാരണം അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ നീ ദയവ് ചെയ്ത് ഈ സ്ഥാപനത്തിന് ചെയ്തു കൊടുക്കണം. ഇത് കേട്ട മകൻ ആകെ എന്തോ ഒരു വല്ലാത്ത ഒരവസ്ഥയിലായി മാറി. കാരണം ഒരു ആഗ്രഹം ചോദിച്ചാൽ മറ്റുള്ളവർ പലതും പറയും, പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്തൊക്കെയാ, അത് കഴിക്കാൻ വേണം, ഇത് കഴിക്കാൻ വേണം, അത് അങ്ങനെ പറയുക. പക്ഷെ വ്യത്യസ്തമായ ഈ ഒരു മറുപടി കേട്ടതായ മകൻ അമ്മോട് ചോദിച്ചു: അമ്മ എന്താ ഇങ്ങനെ പറയുന്നത്? ആ അമ്മ വളരെ സങ്കടത്തോടെ ആ മകനോട് പറയും: മോനെ, അതിന് കാരണമുണ്ടടാ. അതിന് കാരണമുണ്ട്. ഞാൻ നിന്നെ ആഴത്തിൽ സ്നേഹിക്കുന്നതാ അതിന്റെ കാരണം. അതെന്താ അമ്മ അങ്ങനെ? ഈ അമ്മ മകനോട് പറഞ്ഞു: നിനക്കും പ്രായമാകില്ലേ? നിനക്കും പ്രായമാകുമ്പോൾ എന്നെ നീ എന്റെ പ്രായത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതുപോലെ നിന്റെ മക്കൾ നിനക്ക് പ്രായമാകുമ്പോൾ ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ആക്കും. അപ്പോൾ ഞാൻ അനുഭവിച്ച ചൂടും ഞാൻ അനുഭവിച്ച വിശപ്പിന്റെ വേദനയും നീ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നീ അത് വാങ്ങി ഇവിടെ കൊടുക്കണം. നാളത്തെ ദിനങ്ങൾ നിന്റെ മുമ്പിൽ നിന്റെ മക്കൾ നിന്നോട് ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ആക്കി ചെയ്യുമ്പോൾ ഞാൻ സഹിച്ച ദുരിതം, വേദന നീ സഹിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് മോനെ. നീ അത് വാങ്ങിക്കൊടുക്കണം. എന്ത് കഷ്ടം സഹിച്ചിട്ടാണല്ലോ നീ ചെയ്യണം. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ആവശ്യപ്പെടുന്നത്. ഇത് കേട്ടതായി മകന് ഒത്തിരി സങ്കടം തോന്നി. പ്രിയമുള്ളവരെ, ഇത് കേട്ട നമുക്കും സങ്കടം തോന്നിയില്ലേ? എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു സംഭവം. നമ്മൾ എങ്ങനെയാ, നമ്മുടെ മനോഭാവം എങ്ങനെയാ? നമ്മൾ നാളുകൾ ഊട്ടി വളർത്തി ഇത്രമാത്രമാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കളോട് ഇന്ന് നമുക്കുള്ള കടപ്പാടും സ്നേഹവും എങ്ങനെയാണ്, അതിന്റെ ലെവൽ എത്രയാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നതാണ് പ്രിയമുള്ളവരെ മൂല്യമുള്ളത്. എല്ലാവരും ചെയ്യുന്നത് മരണശേഷം അവരുടെ പേരിൽ നാടിനെയും സമൂഹത്തെയും ഒക്കെ വിളിച്ച് കൂട്ടി ധാരാളിത്തം കാണിക്കുകയാണ്. ഒരു പ്രയോജനമില്ല കേട്ടോ, ഒരു പ്രയോജനമില്ല. കാശ് ചെലവാക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രയോജനമില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ഒരു സ്വഭാവത്തിന് ഉടമകളായി മാറട്ടെ. നമ്മൾ അത് ചെയ്ത് കാണിച്ചാൽ നമ്മുടെ മക്കളും അത് കണ്ട് നമ്മളോടുള്ള മനോഭാവത്തിലും അവരുടെ കെയറിങ് ഉണ്ടാകും. ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾ നമ്മളെ സംരക്ഷിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിച്ച് കാണിച്ചാൽ മതി. തീർച്ചയായിട്ടും ഈ ഒരു നല്ല
ഒരു സ്നേഹബന്ധത്തിൽ മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ഒരു നല്ല സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.